നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. വർഷം 1973. ഡൽഹി കമ്പിളി പുതച്ച തണുപ്പ് കാലം. കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 4. അന്ന് രാഷ്ട്രപതിയായിരുന്ന വി ഗിരിയുടെ പേഴ്സണൽ ഐ സർജനായ നരേന്ദ്ര സിംഗ് ജയും ഭാര്യ വിദ്യയും കൂടി രാത്രി 7:15 ഡൽഹിയിലെ ഡിഫൻസ് കോളനിയിൽ നിന്നും കാറിലേക്ക് കയറാനായി വരുന്നു. അവിടെ അടുത്തായി താമസിക്കുന്ന നരേന്ദ്ര സിംഗിന്റെ സഹോദരിയെ കാണാനാണ് ഇരുവരും ഇറങ്ങിയത്. നരേന്ദ്രൻ കാറിന്റെ വലതുവശത്തേക്കും വിദ്യ ഇടതുവശത്തേക്കും പോയി ഡോർ തുറക്കാൻ നോക്കി. പെട്ടെന്ന് ഇടതുവശത്തേക്ക് നോക്കിയപ്പോൾ ഭാര്യയെ കാണാനില്ല. നരേന്ദ്രൻ പെട്ടെന്ന് ഇടതുവശത്തെ ഡോറിനരികിലേക്ക് നീങ്ങി. ആരെയും കാണുന്നില്ല, ഭാര്യയെയും കാണുന്നില്ല. നരേന്ദ്രൻ അവിടെയെല്ലാം പരതിയപ്പോൾ തൊട്ടടുത്തുള്ള ഓടയിൽ നിന്നും ഒരാൾ ചാടി എഴുന്നേറ്റ് നരേന്ദ്രന് നേർക്ക് തോക്ക് ചൂണ്ടി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുൻപ് തന്നെ അയാൾ ഓടി രക്ഷപ്പെട്ടു. നരേന്ദ്രൻ നോക്കിയപ്പോൾ അയാൾ ഉയർന്നു വന്ന ആ ചാലിൽ ഒരു മനുഷ്യ ശരീരം കിടക്കുന്നു. രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് തന്റെ ഭാര്യ വിദ്യയാണെന്ന് മനസ്സിലാക്കിയതും അയാൾ നിലവിളിച്ചു. അവിടെ കൂടിയ ആളുകളുടെ സഹായത്താൽ അവരെ അവിടെ നിന്നും എടുത്ത് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. അപ്പോഴേക്കും വിദ്യ മരിച്ചു. കത്തികൊണ്ടുള്ള 14 വെട്ടുകൾ വിദ്യയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇമ വെട്ടുന്ന നേരം കൊണ്ട് ഡൽഹിയിലെ ഡിഫൻസ് കോളനിയിൽ പ്രമുഖ ഡോക്ടറുടെ ഭാര്യ ക്രൂരമായി കൊല്ലപ്പെട്ടത് എന്നത് വലിയൊരു ചോദ്യചിഹ്നമായി മാറി. പിന്നീട് രാജ്യതലസ്ഥാനത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ആ കൊലപാതകത്തിന് പിന്നിൽ ആരെന്ന് കണ്ടെത്തിയതോടെ രാജ്യമാകെ തരിച്ചു നിന്നു. ഒരുപക്ഷെ വാടക കൊലയാളികളെ ഉപയോഗിച്ച് ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ ഹൈ പ്രൊഫഷണൽ കൊലപാതക കേസാകും ഇത്. വിദ്യയുടെ കൊലപാതകി ആരായാലും ഇത് ആദ്യത്തെ പദ്ധതിയല്ല എന്ന് പോലീസിന് ഉറപ്പായിരുന്നു. നേരത്തെ നടത്തിയ പദ്ധതികളെല്ലാം പാളിയപ്പോൾ കൃത്യമായി പദ്ധതിയിട്ട് നടപ്പിലാക്കിയ കൊലപാതകമായിരുന്നു ഇത്. പോലീസിന്റെ പല സംശയങ്ങൾക്കെല്ലാം ഉത്തരം തേടി ഒടുവിൽ എത്തിയത് ഡോക്ടർ നരേന്ദ്രനിലേക്ക് തന്നെയാണ്. അന്വേഷണത്തിൽ നരേന്ദ്രന്റെ അക്കൗണ്ടിൽ നിന്നും വലിയൊരു തുക എല്ലാ മാസവും അദ്ദേഹത്തിന്റെ വനിതാ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നതായിട്ട് കണ്ടെത്തി. അത് അവരുടെ ശമ്പളത്തെക്കാൾ ഉയർന്ന തുകയായിരുന്നു. മാത്രമല്ല, നരേന്ദ്രൻ അവർക്കായി ഒരു വീടും എടുത്തു നൽകിയിട്ടുണ്ട്. നേരത്തെ നരേന്ദ്രന്റെ വീട്ടിൽ തന്നെയാണ് ഇവർ താമസിച്ചിരുന്നത്. ചന്ദ്രേഷ് ശർമ്മ എന്ന ഈ സെക്രട്ടറിയുമായി നരേന്ദ്രന് രഹസ്യ ബന്ധമുണ്ടായിരുന്നുവെന്നും ഇത് വീട്ടുകാർ അറിഞ്ഞതോടെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇവരെ പുറത്താക്കി മറ്റൊരിടത്തേക്ക് താമസിപ്പിച്ചിരുന്നതാണെന്നും പോലീസ് കണ്ടെത്തി. ഇരുവരും വിവാഹിതരാവാൻ തീരുമാനിച്ചുവെന്നും അതിന് വിദ്യ തടസ്സമായതിനാൽ വാടക കൊലയാളിയെ കൊണ്ട് കൊലപ്പെടുത്തിയതാണെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. വിദ്യയെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടെ ചന്ദ്രേഷ് സമീപിച്ചത് ഇന്ത്യൻ സേനയിൽ എഡ്യൂക്കേഷൻ ഹവിൽദാറായി ജോലി നോക്കുന്ന രാകേഷ് കൗശിക് എന്ന 25-കാരനെയാണ്. നരേന്ദ്രയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കരുതെന്നും ചന്ദ്രേഷ് അവർക്ക് നിർദ്ദേശം നൽകി. ടാക്സിയിൽ ഡിഫൻസ് കോളനിയിലെത്തിയവർ പദ്ധതി പ്രകാരം എല്ലാം കൃത്യമായി നടത്തുകയായിരുന്നു. ചന്ദ്രേഷിന്റെയും നരേന്ദ്രയുടെയും മുന്നിൽ വെച്ച് അവർ ഏർപ്പാടാക്കിയ വാടക കൊലയാളികൾ വിദ്യയെ ക്രൂരമായി കൊന്നു. പിന്നീട് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഡോക്ടർ നരേന്ദ്ര സിംഗ്, ചന്ദ്രേഷ് ശർമ്മ, രാകേഷ് കൗശിക്, ഭഗീരഥ്, കല്യാൺ ഗുപ്ത എന്നിവർക്കെതിരെ ഗൂഢാലോചന, കൊലപാതകം എന്നിവ ചുമത്തി കേസെടുക്കുന്നു. തോക്കും വെടിയുണ്ടകളും സംഭവ സ്ഥലത്തു നിന്നും കത്തിയും കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കർത്താർ, ഉജയ്ഗർ എന്നിവർക്കെതിരെ ആംസ് ആക്ട് സെക്ഷൻ 27 പ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തു. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ഉജയ്ഗറിനും കർത്താറിനും വധശിക്ഷ വിധിച്ചു. എന്നാൽ സാഹചര്യ തെളിവുകളുടെ മാത്രം അടിസ്ഥാനത്തിൽ വിധിച്ച ശിക്ഷ പ്രോസിക്യൂഷന് പിന്നീട് തലവേദനയാവുകയായിരുന്നു. ദൃക്സാക്ഷികളോ മറ്റു തെളിവുകളോ ഇല്ല എന്നത് പ്രതികൾക്ക് മേൽക്കോടതിയിൽ അപ്പീലിന് പോയപ്പോൾ പ്രോസിക്യൂഷനെ കുലുക്കി. താനും നരേന്ദ്രനുമായുള്ള ബന്ധത്തിൽ വിദ്യ 1967 മുതൽ തന്നെ എതിർപ്പ് പ്രകടമാക്കിയതാണെന്നും എന്നാൽ അതിന്റെ പേരിൽ അവർക്ക് ദോഷമുണ്ടാകുന്നതൊന്നും ചെയ്യാൻ ചന്ദ്രേഷ് ശ്രമിച്ചിട്ടില്ല എന്നുമായിരുന്നു ചന്ദ്രേഷിന്റെ അഭിഭാഷകൻ അറിയിച്ചത്. വിദ്യയെ കൊലപ്പെടുത്താൻ മാത്രം പുതിയതായി പ്രശ്നങ്ങളൊന്നും നരേന്ദ്രനുമായിട്ടുള്ള ബന്ധത്തിൽ സംഭവിച്ചിട്ടില്ല എന്നും അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ 1968 നവംബർ 26 ചന്ദ്രേഷിന് നരേന്ദ്രൻ കൈമാറിയത് 8400 രൂപയുടെ ചെക്കാണെന്നും കോടതി പറഞ്ഞു. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളിയായ ഉജയ്ഗർ, കർത്താർ എന്നിവരെ വധശിക്ഷയ്ക്ക് വിധിച്ച ഡൽഹി ഹൈക്കോടതി ഡോക്ടർ നരേന്ദ്രനെയും ചന്ദ്രേഷിനെയും ശിക്ഷ ശരിവെച്ചു. തുടർന്ന് ഇവർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും കേസ് തള്ളിപ്പോയി. 1980 ഏപ്രിൽ സുപ്രീം കോടതി പ്രസ്താവിച്ച വിധിയിൽ ഇരുവർക്കുമെതിരായ ജീവപര്യന്തം ശരിവെക്കുകയും വാടക കൊലയാളികളുടെ വധശിക്ഷയെ അംഗീകരിക്കുകയും ചെയ്തു.
വർഷങ്ങൾ നീണ്ട വിചാരണയാണ് കേസിൽ പിന്നീട് ഉണ്ടായത്. ഇന്ത്യയിൽ കുപ്രസിദ്ധയാർജിച്ച ക്രിമിനൽ കേസുകളുടെ പട്ടികയിൽ എടുത്താൽ വിദ്യാ ജെയിനിന്റെ കൊലപാതകം മുന്നിൽ തന്നെയുണ്ട്. കാരണം ഇത് രാജ്യ തലസ്ഥാനത്തെ നടുക്കിയ വിദഗ്ധനായ ഒരു ഡോക്ടർ തന്റെ അവിഹിത ബന്ധം സംരക്ഷിക്കുന്നതിനായിട്ട് വാടക കൊലയാളികളെ ഉപയോഗിച്ച് നടത്തിയ ക്രൂരമായ ആദ്യത്തെ കൊലപാതകമാണ്. എന്നാൽ ആ ഹൈ പ്രൊഫഷണൽ സ്ഥാനമാനങ്ങൾക്കും വർഷങ്ങൾ നീണ്ടുനിന്ന നിയമയുദ്ധത്തിനും കൊലയാളികളെ അഴിക്കുള്ളിലാക്കുന്നതിൽ നിന്നും തടയാനായില്ല എന്നതാണ് മറ്റൊരു കാര്യം.